ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ മുകളിൽ കയറി പരിശോധന നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിന് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒരു വിദഗ്ധ അഭിപ്രായം നേടുന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹം ജില്ലാ കളക്ടർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടി ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ സാധാരണ തുടരാൻ വേണ്ടി കഴിയും. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എടുക്കും. അപ്പോൾ തൊട്ടപ്പുറത്തെ പഴയ റോഡ് കൂടി പ്രാവർത്തികമാക്കേണ്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിപ്പോൾ MLA യും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സൂചിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് ഇപ്പോൾ തുറന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ഒരു ആവശ്യം വന്നാൽ നമുക്ക് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ റോഡ് കൂടി സജ്ജമാക്കി വെക്കേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതും സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്.